മക്കളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിറ്റർമിനൻസ് ചാപ്റ്റർ 4 ആണ്. അപ്പം നിങ്ങളെല്ലാവരും മെട്രിക്സ് എന്നുള്ള ടോപ്പിക്ക് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ വർഷത്തെ പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിലീറ്റഡ് ഉണ്ട്, ചില ചാപ്റ്ററിൽ ചില സംഭവങ്ങൾ ഇൻക്ലൂഡഡ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് തയ്യാറാക്കിയ വീഡിയോസാണ്. അപ്പം 2024-25 അക്കാഡമിക് ഇയറിലെ കുട്ടികൾക്ക് അതാണ് ഇപ്പം പുതിയ സിലബസ് മാറി വന്നത്. അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോളൂ. ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ DETA ഓർ ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എന്നാണ് അത് ലാസ്റ്റിലെ വായിക്കുക, അല്ലാതെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്നോ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എന്നൊന്നും വായിക്കരുത്. അപ്പോൾ എന്താണ് ഈ ഡിറ്റർമിനന്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ സ്ക്വയർ മെട്രിക്സ്? മെട്രിക്സ് എന്താണെന്ന് മക്കൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് മക്കൾക്ക് അറിയല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. ഒരു സ്ക്വയർ മെട്രിക്സ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനൊരു 2x2 മെട്രിക്സ് ആണ് എടുക്കുന്നത്. 1 2 3 4 എന്നുള്ളൊരു മെട്രിക്സ് എടുത്തു. ഈ മെട്രിക്സ് നമ്മൾ ഇതിപ്പോൾ എ എന്നുള്ളൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ ഞാൻ ഡിറ്റർമിനൻ്റ് എ കാണുന്നു. ഡിറ്റർമിനൻ്റ് എ എന്ന് കാണുമ്പോൾ ഞാൻ ഇത് എവിടെ പിടിച്ചിടണം? ഈ ഇങ്ങനെ ഒരു ലൈനിൻ്റെ അകത്താണ് നമ്മൾ പിടിച്ചിടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു, അല്ലാതെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് വേണ്ട. ഇത് നമ്മൾ ചെറിയ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു ഫൈനലായിട്ട് ഒരു വാല്യൂയിലേക്ക് എത്തും. ആ വാല്യൂ ഒരു നമ്പറിലേക്ക് ഇവിടെ എത്തും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയത്, നിങ്ങളൊരു വാല്യൂയിലേക്ക് എത്തും. ആ വാല്യൂവിനെയാണ് നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ എന്ത് പറയുന്നത്? ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഈ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എന്ത് കിട്ടുന്നു? ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടുന്നു. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടുന്നു. മറന്നു പോകരുത്. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സിലാണ് ഉണ്ടാകുക. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഡിറ്റർമിനൻ്റ് എനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ 3 പോയിന്റ് നോട്ടെന്നായിട്ട് പഠിക്കണം. ശ്രദ്ധിച്ചോളൂ, ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. നോട്ട് നിങ്ങൾ എന്താണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന പോയിന്റ്? ഡിറ്റർമിനൻ്റ് എ, സോറി, എന്താണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്? ഡിറ്റർമിനൻ്റ് ഏതാ? ഈ സാധനം ആസ് ഡിറ്റർമിനൻ്റ് എന്നാണ് ഇതിനെ വായിക്കുക, അല്ലാതെ നോട്ട് എന്തായിട്ട് വായിക്കരുത്? ആബ്സല്യൂട്ട് വാല്യൂ ഒന്നും വായിക്കരുത്. ഇതല്ല എന്താണ് നമ്മൾ വായിക്കേണ്ടത്? ഡിറ്റർമിനൻ്റ് എന്നാണ് വായിക്കേണ്ടത്. ദ ഡിറ്റർമിനൻ്റ് ഗീവ്സ് എ ന്യൂമറിക്കൽ വാല്യൂ ബട്ട് മെട്രിക്സ് ഡു നോട്ട് ഗീവ് ന്യൂമറിക്കൽ വാല്യൂ. ഡിറ്റർമിനൻ്റ് എപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. നമ്പറാണ് ആൻസർ കിട്ടുക. ഒരു സിംഗിൾ നമ്പർ കിട്ടും. ഓക്കെ, ഇപ്പം 2 ഡിജിറ്റ് ആവാം, 3 ഡിജിറ്റ് ആവാം, 4 ഡിജിറ്റ് ആവാം, അങ്ങനെ കിട്ടും. ദ ഡിറ്റർമിനൻ്റ് always has an equal number of rows and columns. ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഡിറ്റർമിനൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മെട്രിക്സ് എന്ന പാഠത്തിൽ സ്ക്വയർ മെട്രിക്സ് എന്താണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണ് ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു വാല്യൂ കിട്ടും, വാല്യൂ കിട്ടും, വാല്യൂ കിട്ടും എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓർ ഇവാലുവേറ്റ് ദ ഡിറ്റർമിനൻറ്റ് ഓർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു മെട്രിക്സ് ആണ് തരിക അവർ. അപ്പം ഞാനിപ്പോൾ ഡിറ്റർമിനൻ്റ് ആയിട്ട് തന്നെ എഴുതുകയാണ്. അവിടെ 2 4 -5 -1 ഇതാണ് നിങ്ങളുടെ ഡിറ്റർമിനൻറ്റ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഒരു മെട്രിക്സ് ഫോമിലാണ് നിങ്ങൾക്ക് തരിക. അത് ഞാൻ ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഉള്ളിലേക്ക് ആക്കിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 2 4 5 -1. എങ്ങനെയാണ് നമ്മളിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ നമ്പറും ഈ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഏതൊക്കെ 2 നമ്പറാണെന്ന് മനസ്സിലായി മക്കളെ? 2ഉം -1ഉം കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഞാൻ വേറൊരു കളർ എടുക്കാം, 2 × -1. ഓക്കെ, 2 × -1 അത് നമ്മൾ ചെയ്തു. എന്നിട്ട് ഈ ഭാഗവും ഈ ഭാഗവും കൂടെ ഇതും കൂടെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നടുക്ക് കണക്റ്റിംഗ് സൈന് മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് അതും കൂടെ എഴുതാം. മൈനസ് എന്ത് വരും? അടുത്ത നമ്പർ എന്താണ്? -5 × 4. ഒരു മൈനസ്, ഈ മൈനസിന് മറന്നു പോകരുതേ കുട്ടികളെ. ഈ സാധനത്തിന് മറന്നു പോകരുത് കേട്ടോ. ഇതിനെ മറന്നു പോകരുത്, ഇതിനെ. ഓക്കെ ഓക്കെ, ശരി. അപ്പം നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? എന്താണ് നമ്മളുടെ ആൻസർ വരുന്നത്? -2 × -1 പറഞ്ഞാൽ -2, -5 × 4 പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ -5 ആണ്. അപ്പോൾ -20 എന്നായി. അതായത് ഇതിനൊന്നും കൂടെ മാറ്റി എഴുതുമ്പോൾ -2 മൈനസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ 2 മൈനസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പ്ലസ് എന്ന് കിട്ടും. +20 എന്നായി. അപ്പോൾ നിങ്ങളുടെ ആൻസർ എത്ര കിട്ടി?
18. സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിലിട്ട് ക്ലിയർ ചെയ്യൂ, അല്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ പോയിട്ട് നോക്കൂ. അപ്പോൾ ഒന്നും ഞാൻ ചെയ്തില്ലേ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കാര്യം മാത്രമാണ്, അത് മറന്നു പോകരുത്. ഞാൻ 100 വട്ടം പറയുന്നു, മറക്കരുത്. എന്താണ് പറഞ്ഞത്? ഇത് ഇങ്ങോട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. കണ്ട, ഇങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത്, 2ഉം 1ഉം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഓക്കെ, സംശയമില്ലല്ലോ. താഴേന്ന് മേലോട്ട്, ആദ്യം മുകളിൽ നിന്ന് താഴേക്ക്, കോർണർ വൈസ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കണക്റ്റിംഗ് സൈൻ എപ്പോഴും ഈ മൈനസ് ഇടാൻ മറന്നും പോകരുത്. ഇത് ഓക്കെ ആയല്ലോ. അപ്പം ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഐഡിയയിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ മറ്റൊരു പ്രോബ്ലം ശ്രദ്ധിക്കാം. അടുത്തത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് എക്സ്, അതായത് എക്സിൻ്റെ വില. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്? ഫൈൻഡ് എക്സ് ഈഫ് എക്സിനെ കണ്ടുപിടിക്കൂ. ഇതാണ് ചോദ്യം. ഫൈൻഡ് എക്സ് ഈഫ് -1 2 4 8 ഡിറ്റർമിനൻ്റ് അകത്താണ്. അതിൻ്റെ വിലയും 2x -4 ഇതിൻ്റെ വിലയും സെയിം ആണ്, ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് മെട്രിക്സ് ഈക്വൽ മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിറ്റർമിനൻ്റ് മെട്രിക്സ് ആയിട്ടല്ല ഇവിടെ തന്നിരിക്കുന്നത്, ഡിറ്റർമിനൻ്റ് ആക്കിയിട്ടാണ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മെട്രിക്സ് ആണ് ഈക്വൽ എങ്കിൽ നമുക്ക് റൂൾസ് അറിയാൻ പറ്റുമല്ലോ. ഈ ഇവിടുന്ന് വരുന്ന ആളും ഇവിടെ വരുന്ന ആളും സെയിം ആയിരിക്കും. പക്ഷേ ഇതല്ല, അത് ഡിറ്റർമിനൻ്റ് അകത്താണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഡിറ്റർമിനൻ്റ് അകത്താണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഡിറ്റർമിനൻ്റെ വാല്യൂ കാണാം. മിസ് ഇപ്പോൾ വാല്യൂ കാണാൻ പഠിപ്പിച്ചെന്നല്ലോ കുട്ടികളെ. മിസ് വേറെ കളർ എടുത്തരാം. അപ്പോൾ ഇതിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ -1 × 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? -1 × 8 എന്ന് ആദ്യത്തെ ലൈന്. പിന്നെ സബ്ട്രാക്ഷൻ സൈൻ മറന്നു പോകരുതേ. ഓക്കെ, അടുത്തത് എന്താ നമുക്ക് വരിക? 4 × 2 എന്ന് വരും. 4 × 2 എന്ന് വരും. കറക്റ്റ് ആയല്ലോ. അതാണ് ഒരു ഭാഗത്തുള്ള വില. ഈസ് ഈക്വൽ ടു ഇതേപോലെ അപ്പുറത്തെ സൈഡും 2 × -4. 2 × -4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാല്യൂ എത്രയാണ്? -8 ആണ്. നമുക്ക് അടുത്ത ലൈനിലേക്ക് എഴുതാം. ഞാൻ ഒന്ന് ആദ്യം എഴുതി കാണിച്ചു തരാം. മൈനസ് ഇതിനെങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? x × x. ഓക്കെ ആയില്ലേ? ഇതൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിതിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. -1 × 8 എന്ന് പറഞ്ഞാൽ -8 കിട്ടി. പിന്നെ -4 × 2 എന്ന് പറഞ്ഞാൽ -8 കിട്ടി. ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് വരും? 2 × -4 എന്ന് പറഞ്ഞാൽ -8 എന്ന് കിട്ടി. ഈസ് -x × x പറഞ്ഞാൽ x² എന്ന് കിട്ടി. എക്സിൻ്റെ വിലയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. -16 ഈക്വൽ ടു അപ്പുറം എന്ത് വരും? -8 -x². ശരിയല്ലേ? അപ്പം ആ -8നെ ഇപ്പുറത്തേക്ക് ലൈനിലേക്ക് എടുക്കുക. ഇംപ്ലൈസ് ഒന്ന് അപ്പുറത്തെ ലൈനിലേക്ക് മാറ്റി എഴുതണം. -16 + 8 ഈക്വൽ ടു x². അപ്പം x² വില നമുക്ക് എന്ത് വന്നു? ഇപ്പം -x² അല്ലേ വരുന്നത് മക്കളെ? അപ്പം -16 + 8 ഈക്വൽ ടു -x². അപ്പം -8 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ മക്കളെ അടുത്ത ലൈൻ വരുന്നത്? ഞാനൊന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മുകൾ ഭാഗം വായിക്കട്ടെ. ഓക്കെ, അപ്പം -8 ഈസ് ഈക്വൽ ടു -x² കിട്ടിയില്ലേ? -16ഉം 8ഉം കൂട്ടുമ്പോൾ -8. -8 ഈസ് ഈക്വൽ ടു -x². അപ്പം രണ്ട് ഭാഗത്തെ മൈനസും ഒഴിവാക്കിയാൽ 8 ഈക്വൽ ടു x². അതായത് എക്സിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്വയർ അപ്പുറം പോകുമ്പോൾ എന്താവുന്നു? സംഭവിക്കുന്നു, സ്ക്വയർ റൂട്ട് ആകുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 8. സ്ക്വയർ റൂട്ട് ഓഫ് 8ൻ്റെ വില നിങ്ങൾക്കറിയല്ലോ, ±2√2. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ. ഇനിയിപ്പോൾ ഇത് അങ്ങനെയൊന്നും കാണാൻ അറിയില്ലെങ്കിൽ √8 എന്ന് വരെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റിനും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ രണ്ട് ഡിറ്റർമിനൻസ് ഈക്വലാ എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വില എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തത് നമുക്കൊരു 3/3 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഡിറ്റർമിനൻ്റെ വില കാണുന്നു, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 3/3 മെട്രിക്സ് നമുക്ക് എടുക്കാം. ഒരു എക്സാമ്പിൾ എടുത്തു നോക്കാം. ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻറ്റ് എന്താണ്? 3 -1 -2 0 0 -1 3 -5 0.
ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ കാണാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ഡിറ്റർമിനൻറ്റ്. ഇതിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ശ്രദ്ധിച്ചിരിക്കണം. ഇത് 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത്തിരി പണിയുണ്ട്. അപ്പോൾ ഞാൻ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണാൻ പോവാണ്. ഇതിന് ഞാൻ എ എന്നിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് എൻ്റെ വിലയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡിറ്റർമിനൻറ്റ് എൻ്റെ വില കാണുമ്പോൾ ആദ്യം ഞാൻ ഈ 3 എടുക്കുക. ഇങ്ങനെ ഈ 3 എടുക്കുക. ഈ 3 ഓക്കെ. അപ്പം ഞാൻ ഈ 3 എടുത്തു. ഇത് നിൽക്കുന്ന റോവും കോളവും ഞാൻ എടുക്കുന്നില്ല. അതായത് ഇത് ഈ ലൈനും എടുക്കുന്നില്ല. റോ കോളം എന്നൊക്കെ എന്താ ഓർമ്മയുണ്ടല്ലോ മെട്രിക്സിൽ. ഓക്കെ, ഈ ലൈനും എടുക്കാൻ പാടില്ല. ബാക്കി വരുന്ന ഇവിടുത്തെ ആളെ എടുക്കുക. ഇവിടുത്തെ ആളെ മനസ്സിലായോ? അപ്പം അതേതൊക്കെയാണ് നമ്പേഴ്സ് ഒന്നും മക്കൾ പറഞ്ഞുതരൂ. ഏതൊക്കെയാണ് നമ്പർ? 3 ഇൻറ്റു അതിൻ്റെ അകത്ത് വരുന്ന നമ്പറാണ് 0, -1, -5, 0. ഓക്കെ, കിട്ടി. അടുത്ത ലൈൻ ഞാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇതൊന്ന് മായ്ച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അത് പോട്ടെ. ഓക്കെ, ഓക്കെ. അപ്പം ഇവിടുത്തെ ഒരു നമ്പർ 0 പിന്നെ എന്താണ് -1 അല്ലേ? -1 ഇതേപോലെ 0 ആണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇനി സെക്കൻഡ് ചെയ്യുമ്പം ഇതാണ് സെക്കൻഡ് നമ്പർ ഇതാണ് നമ്മളുടെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. ഈ -1 ആണ് നമ്മളുടെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. ശരിയല്ലേ? പക്ഷേ ആദ്യത്തെ നമ്പർ എപ്പോഴും പോസിറ്റീവ്. ഈ ഫസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ ആൾ നെഗറ്റീവായിട്ട് എടുക്കണം. മൂന്നാമത്തെ ആൾ പോസിറ്റീവായിട്ട് എടുക്കണം. അതെപ്പോഴും ഓർത്ത് വെച്ചോ. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. അപ്പം ഞാനിവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടുക. അതായത് ആദ്യത്തെ ആൾ ഞാൻ പോസിറ്റീവാണ്, ഞാൻ പോസിറ്റീവ് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ആൾ നെഗറ്റീവ് എടുക്കണം. ഓക്കെ, ഇനി ഡീപ്പായിട്ട് പറയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാൽ മതി. ഫസ്റ്റ് പോസിറ്റീവ്, സെക്കൻഡ് റോയിലുള്ള, അതായത് ഫസ്റ്റ് റോയിലുള്ള സെക്കൻഡ് എലമെൻ്റ് ആണ് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് റോയിലുള്ള തേർഡ് എലമെൻറ്റ് പോസിറ്റീവാണ്. ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. അപ്പം ഇതിവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഓൾറെഡി അവിടെ ഒരു -1 ഉണ്ട്. അപ്പം -1 ഇൻറ്റു. ഓക്കെ, എന്നിട്ട് അടുത്ത ആ റോവും ആ കോളവും ഒഴിവാക്കുക. -1 നിൽക്കുന്ന റോവും -1 നിൽക്കുന്ന കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആളെ പിടിച്ചെഴുതുക. അപ്പോൾ 0 -1 നമുക്ക് എന്താ വരുന്നത്? 3 0. അടുത്തത് പ്ലസ് എന്ന് എഴുതിയിട്ട് നമുക്ക് എന്താ വരുന്നത്? -2 എന്ന് എഴുതി. ഓക്കെ, -2 എന്ന് എഴുതി. -2 ആണ് അവിടുത്തെ നമ്പർ, അതുകൊണ്ടാണ് ആ മൈനസ് വന്ന്. ശരിക്കും കണക്റ്റിംഗ് സൈൻ നമുക്ക് വേണ്ട പ്ലസ് ആണ്. ഓക്കെ, മറന്നു പോരുത്. എന്നിട്ട് നമ്മൾ അടുത്ത ആൾ എഴുതി 0 0 3 -5. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ നമ്മൾ ഡിറ്റർമിനൻ്റ് വില കാണുമ്പോൾ തന്നെ ഇതിനെതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 2x2 മെട്രിക്സ് ഇപ്പം മിസ് പഠിപ്പിച്ചെന്നല്ലോ. അപ്പോൾ 3 ഇൻറ്റു 0 മൈനസ് ഒറ്റയടിക്ക് എഴുതാണ് 0 -5 പ്ലസ് ഈ മൈനസും കൂടെ ഞാൻ പ്ലസ് എന്ന് എഴുതി കേട്ടോ. പ്ലസ് 1 ഇൻറ്റു 0 ഇൻറ്റു 0 പിന്നെ ഇതിനെ ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 0 + 3. അടുത്തത് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് പറഞ്ഞാൽ -2 ആയി. -2 ആകുമ്പം 0 -0. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? -15. അതായത് 3 ഇൻറ്റു -5 എന്ന് വരും. അടുത്തത് 3 ഇൻറ്റു 1 + 3. അടുത്തത് എന്താ നിങ്ങൾക്ക് വരുന്നത്? -0. ഓക്കെ, അപ്പം നിങ്ങളുടെ ഉത്തരം എന്ത് വന്നു? -12. അപ്പോൾ ഇതാണ് ഈ 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. ഓക്കെ, -12. ഇതിപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഒരു 2x2 മെട്രിക്സും ഒരു 3x3 മെട്രിക്സും, അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് വെച്ചിട്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഐഡിയ വരും. അപ്പം ഒരു 2x2 മെട്രിക്സും 3x3 മെട്രിക്സും നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. എക്സിൻ്റെ വില കാണാനും പഠിപ്പിച്ചു. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ സംശയമില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന ടോപ്പിക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? അവിടെ നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് നിങ്ങളുടെ അടുത്ത സിലബസിൽ വരുന്നത്. അവിടെ ചെറിയൊരു ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്കിപ്പാണ്. അപ്പം അത് ശ്രദ്ധിക്കണം, പുതിയ സിലബസിൽ അതില്ല. ഓക്കെ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് x1 y1 x2 y2 ആൻഡ് x3 y3 is given by a is equal to half into x1 y1 1
x2 y2 1 x3 y3 1 അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക. പുറത്തൊരു ഹാഫും ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണാനുള്ള ഫോർമുല. മറന്നു പോകരുത്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർമുല. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫോർമുല തെറ്റിക്കരുത്. ഹാഫ് ഇൻറ്റു x1 y1 1 ആണ്, x2 y2 1 ആണ്, x3 y3 1 ആണ്. ഈ x1ഉം y1ഉം x2ഉം y2ഉം x3 y3 ആണ് ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് ആണ്. വേർട്ടിസസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ABC, ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. x1 y1 മനസ്സിലായോ, x2 y2, ഓക്കെ, ഇത് x3 y3. അപ്പോൾ ഈ 3 വേർട്ടിസസ് തന്നാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ ഏരിയ കാണാനുള്ള ഇത് കാണാനുള്ള ഫോർമുലയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, ഹൂസ് വേർട്ടിസസ് ആർ. അപ്പം ഒരു പേജ് എടുക്കാം. നമുക്ക് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് വേർട്ടിസസ് ആർ. നമുക്ക് വേർട്ടിസസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കൊന്ന് ഫൈൻഡ് ദ ഏരിയ of a triangle whose vertices are. vertices തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന vertices? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ -2 4 ഫസ്റ്റ് വില, സെക്കൻഡ് വില നമുക്ക് തന്നിരിക്കുന്നത് 2, -6, അടുത്ത വാല്യൂ തന്നിരിക്കുന്ന 5, 4. ഓക്കെ, അപ്പോൾ ഇത് 3 വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കാണാനുള്ള ഫോർമുല ഇപ്പം മിസ് എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, മറന്നു പോകരുത്. ഏരിയ കാണാനുള്ള ഫോർമുല A = ½ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1 x2 y2 1 x3 y3 1. ഓക്കെ, ഇതല്ലേ നമ്മളുടെ വാല്യൂ. ഇനി ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ½ ഇൻറ്റു ഇവിടെ x1 y1 എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ x1 y1. ഓക്കെ, ഇത് നിങ്ങളുടെ x2 y2. ഓക്കെ, ഇത് നിങ്ങളുടെ x3 y3. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് ആ വാല്യൂസിനെ ഒന്ന് പിടിച്ചെഴുതാം. -2 4 1 2 -6 1 5 4 1 കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ½ ഇൻറ്റു നമ്മളിപ്പോൾ നേരത്തെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചല്ലോ അല്ലേ. ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മൾ ഫസ്റ്റ് നമ്പർ എടുത്തു, അത് നിൽക്കുന്ന റോവും കോളവും ഒഴിവാക്കണം. അപ്പോൾ ആ ലൈനിൽ നിൽക്കാൻ പാടില്ല. ബാക്കിയുള്ള ഡിറ്റർമിനൻ്റ്, അതായത് ഇതാ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുകയാണ്. അപ്പോൾ -2 ഇൻറ്റു, ഓക്കെ, 2 ഇൻറ്റു ഇതിനതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. ഒറ്റയടിക്ക് തന്നെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ -6 -4 കിട്ടിയില്ലേ. അടുത്തത് ഞാൻ പറഞ്ഞു എപ്പോഴും കണക്റ്റിങ് മൈനസ് ഇടണം. ഈ സെക്കൻഡ് നമ്പർ എടുക്കുമ്പോൾ എപ്പോഴും മൈനസ് ഇടണം കേട്ടോ, മറന്നു പോകരുത്. ആദ്യത്തെ പോസിറ്റീവ് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ എടുക്കുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് വേണം. പിന്നെ അവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവും പിന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആളെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. -4 എന്നിട്ട് പിന്നെ അത് നിൽക്കുന്ന റോവും കോളവും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലൈനും പോക്കണം, ഈ ലൈനും പോക്കണം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ആളെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വരിക? 2 ഇൻറ്റു 1 എന്നാണ് വരിക അല്ലേ. 2 - 5 എന്ന് വന്നു. ഓക്കെ, മനസ്സിലായല്ലോ. പ്ലസ് അടുത്ത ആൾ പോസിറ്റീവാണ്. +1 ഇൻറ്റു 8 + 30. സംശയമില്ലല്ലോ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ½ ഇൻറ്റു ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഞാൻ അടുത്ത പേജിലേക്ക് പോട്ടെ. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം ½ ഇൻറ്റു നിങ്ങൾക്ക് എന്താ വരിക? ആദ്യത്തെ ആൾ -6ഉം -4ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ -8 എന്ന് വന്നു. -8ഉം -2ഉം -6ഉം -4ഉം -10 വന്നു. പുറത്തൊരു -2 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 20 വന്നു മൾട്ടിപ്ലൈ ചെയ്യുമ്പം. അടുത്ത ടേം എന്താ നമുക്ക് വരുന്നത്? 12 വന്നു. അടുത്ത എന്താ വരുന്നത്? 38 വന്നു. ഇനി ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ½ ഇൻറ്റു എത്ര വരും നിങ്ങൾക്ക്? 17 വന്നു. ½ ഇൻറ്റു 17 എന്ന് പറഞ്ഞാൽ എത്രയാ? 35. കട്ട് ചെയ്യുക, 2ഉം 70ഉം, അപ്പോൾ 35 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 35 സ്ക്വയർ യൂണിറ്റ് ആണ് നിങ്ങളുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ. സംശയമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഏരിയ ഓഫ് ട്രയാങ്കിളിൽ ക്വസ്റ്റ്യൻ വരും. ഇനി ഇതേ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഞാൻ ചെയ്യുന്നില്ല ആ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് തന്നെ ഞാൻ വിട്ടുതന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പറയാം. ഫൈൻഡ് ഷോ ദാറ്റ്, ഇങ്ങനെയാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ വരിക. ഷോ ദാറ്റ് ഇത് മക്കളൊന്ന് ഹോംവർക്ക് പോലെ ചെയ്ത് നോക്കുക കേട്ടോ. ദ പോയിൻറ്റ്സ്, ഷോ ദാറ്റ് ദ പോയിൻറ്റ്സ് എന്താണ്? 3 8 -4 2 and 10, 14.
ആർ കൊലീനിയർ എന്ന് പറയും. എന്താ ഈ കൊലീനിയർ പറഞ്ഞാൽ മക്കളെ അർത്ഥം? വാട്ട് യു മെൻ ബൈ കൊലീനിയർ? കൊലീനിയർ പറഞ്ഞാൽ ലൈയിങ് ഓൺ എ സെയിം ലൈൻ. സെയിം ലൈനിലാണ് ഈ 3 പോയിന്റും നിൽക്കുന്നത് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ടാവുമോ? ഒരു ഏരിയ ഉണ്ടാവുമോ? ഇപ്പോൾ ഈ ട്രയാങ്കിളൊക്കെ കണ്ട പോലെ ഏരിയ ഉണ്ടാവുമോ? ഇങ്ങനെ ഉള്ളിലത്തെ ഭാഗം ഉണ്ടാവുമോ? ഇല്ല അല്ലേ? ഈ 3 പോയിന്റും ഒരേ ലൈനിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആണ് എന്ന് നിങ്ങളോട് തെളിയിക്കാൻ. അപ്പോൾ ഇവിടെ ഏരിയ ഇല്ല. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇവിടെ എന്താകും? 0 ആയിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ആ ഏരിയ ഓഫ് എ ട്രയാങ്കിളുടെ ഫോർമുലയില്ലേ, ഹാഫ് ഇൻറ്റു x1y1 1 x2 y2 1 x3 y3 1 എന്നുള്ളത് നിങ്ങൾ ആരായിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക? 0നോട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് മക്കൾ എന്ത് കണ്ടുപിടിക്കുക? 0 ആണ് എന്ന് പ്രൂവ് ചെയ്തെടുത്ത്. 0നോട് ഇക്വേറ്റ് ചെയ്യല്ല, 0 ആണ് എന്ന് നിങ്ങൾക്ക് കിട്ടണം, ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ദീസ് 3 പോയിന്റ്സ് ആർ കൊലീനിയർ എന്ന് കിട്ടുന്നു. കാരണം അവിടെ ഏരിയ ഇല്ല. ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 0 എന്ന് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടണം? 0 എന്ന് കിട്ടിയാൽ മതി. 0 എന്ന് കിട്ടിയ ഈ 3 പോയിന്റ്സ് എന്താണ്? കൊലീനിയർ. അപ്പോൾ ഇതൊന്ന് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. ഈ പാർട്ട് 2 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മറക്കരുത്, ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 2 വി ക്യാൻ കണ്ടിന്യൂ ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.